നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതെന്താ ദേവൂട്ടി പതിവില്ലാതെ കുപ്പിവിളകള്? വള കളഞ്ഞു പോയതിൽ വിഷമിക്കണ്ട. ദേവിയുടെ കണ്ണ് അവിടെ എത്തും. ദേവിയുടെ കരുതൽ അവിടെ പ്രവർത്തിക്കും. നിനക്കത് തിരികെ കിട്ടും. ഇത് ഞാൻ ദേവിയുടെ മുന്നിലേക്ക് സമർപ്പിക്കാം. എല്ലാം ശരിയാവും ദേവൂട്ടി. ഒരാള് സ്നേഹപൂർവ്വം തന്ന സമ്മാനം അത് നഷ്ടപ്പെടുന്നത് വേദനയോ ആ വിഷമോ ഞാൻ അമ്മയോട് പറയുന്നത്. എല്ലാം അറിയുന്ന അമ്മ എന്റെ ആ ദുഃഖത്തിന് പരിഹാരം തരണേ. ഞാനല്പം വൈകിയോ? അല്പമൊന്നുമല്ല, ഒരുപാട് വൈകി. ചില ദിവസങ്ങളിലെ രാവിലെ അച്ഛന്റെ അമ്മയുടെ സ്റ്റഡി ക്ലാസ് ഉണ്ടാവും. അപ്പൻ ഒരു വഴിക്ക് ക്ലാസ് എടുക്കും. അപ്പൻ പറയും, നീ ഈ വഴിക്ക് പോണം, ഇതാണ് നിന്റെ വഴി. അത് കേട്ടിട്ട് അമ്മയുടെ ഉപദേശം വേറെ. ആ വഴി കുഴപ്പമാണ് മോനെ, നീ ഈ വഴിയെ പോണം. ഇതാണ് പതിവ് കലാപരിപാടി. എന്നിട്ട് നീ ഏത് വഴി തെരഞ്ഞെടുത്തു? അമ്മ പറഞ്ഞ വഴിയോ അതോ അച്ഛൻ പറഞ്ഞ വഴിയോ? രണ്ടു വഴിയിലൂടെ നടക്കുകയാണ്. ഇപ്പോഴും ഏത് വഴി ഉറപ്പിക്കണമെന്ന് തീരുമാനിച്ചിട്ടില്ല. ഏത് വഴി നടന്നാലേ വഴിയാധാരാവാതെ സൂക്ഷിച്ചാ മതി. അത് നിന്റെ തീരുമാനത്തിനനുസരിച്ചായിരിക്കും. നീ എന്നെ വഴിയാധാരമാക്കി പോവാതിരുന്ന ഞാൻ ഒരിക്കലും അങ്ങനെ ആവില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, എന്റെ കോഴ്സ് കഴിയട്ടെ. പിന്നെ വള എവിടെ? ഓ, അത് ഞാൻ കളഞ്ഞു. കളഞ്ഞോ? അതെന്തിനാ കളഞ്ഞ? അത് വെറും മുക്കുകൊണ്ടല്ലോ. മുക്കുവണ്ടം കൊണ്ടുവന്ന് സ്വർണോന്ന് പറഞ്ഞ് വിൽക്കാൻ ശ്രമിച്ചതിന് അവരെന്നെ പോലീസിൽ ഏൽപ്പിക്കാതെ വിട്ടതേ ഭാഗ്യം. അത് കയ്യിൽ വെച്ചിട്ട് ഇനിയും വല്ല അബദ്ധത്തിലും ചെന്ന് ചാടണ്ടെന്ന് വിചാരിച്ച് ഞാനത് കളഞ്ഞു. എവിടെയാ കളഞ്ഞേ? അത് പുഴയിൽ കളഞ്ഞു. ഓ, എന്തായാലും നിന്റെ കുടുംബക്കാരെ സമ്മതിക്കണം. മുക്കുവണ്ടം ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ വരെ കുടുംബപ്പേര് കൊത്തിവെച്ചിരിക്കുക. കുടുംബപ്പേരോ? ആരുടെ കുടുംബപ്പേര്? നിന്റെ, അല്ലാതെ ആരുടെ? എന്തായിരുന്നു അത്? തട്ടാശ്ശേരി. നിന്റെ കുടുംബമല്ലേ അത്? എന്റെ കുടുംബോ? എന്താ അതില് കൊത്തിയിരുന്നേ? തട്ടാശ്ശേരി. എന്താ നിന്റെ കുടുംബമല്ലേ? അത് എന്റെ മുത്തശ്ശിയുടെ, അല്ല അച്ഛന്റെ അമ്മയുടെ, പിന്നെ അല്ല അച്ഛന്റെ അമ്മയുടെ കുടുംബമാ. അതാ ചോദിച്ചേ. ഓ, എന്നാലും നീ അത് എറിഞ്ഞു കളയൊന്നും ഞാൻ വിചാരിച്ചില്ല. ഓ, വേറെ മുക്കുകൊണ്ടോ അല്ലേ, അതങ്ങ് പോട്ടെ. അല്ല, നീ ഇപ്പൊ എന്തിനാ ആ വള വിൽക്കാൻ കൊണ്ടുവന്നേ? അത് ഞാൻ അന്നേ പറഞ്ഞില്ലേ, എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് പണം വേണോന്ന്. അതിനു വേണ്ടിട്ടാ. അമ്മ എനിക്ക് കുറെ സ്വർണ്ണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ. മുത്തശ്ശിയുടെ സ്വർണവും കുറെ ഉണ്ട്. അപ്പൊ അതിന്ന് പറഞ്ഞ എടുത്തതാ ഞാൻ. പക്ഷെ എടുത്തതിപ്പോ ഇങ്ങനെയായിപ്പോയി. എന്തായാലും നീ അത് എറിഞ്ഞു കളഞ്ഞത് വലിയ കഷ്ടമായി പോയേ. അത് പോട്ടെന്നേ. സ്വർണ്ണ ഇട്ടിരിക്കുന്ന പെട്ടിയിൽ മുക്കുവണ്ടം വെച്ചാലേ സ്വർണത്തിന്റെ മാറ്റ് കുറഞ്ഞു പോകുന്ന അറിവുള്ളവര് പറയുന്നേ. അതുകൊണ്ട് ആ വളം ഞാൻ കളഞ്ഞതേ നല്ലതാണെന്ന് വിചാരിക്കും. ശരി, അത് നല്ലതാണെന്ന് തന്നെ വിചാരിക്കാം. പക്ഷെ ഈ പണം ഞാൻ എങ്ങനെ ഉണ്ടാക്കും? നിനക്ക് എത്ര രൂപ വേണം? അതിപ്പോ എനിക്കൊരു 75,000 രൂപ വേണം.